നമ്മളിപ്പോൾ ഉള്ളത് സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിൻ്റെ ഉള്ളിലാണ്. ഒരുപാട് സാധനങ്ങൾ ഇവിടെ നമുക്ക് കാണാം. ഒരു പായ്ക്കപ്പൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഈ ഷെൽഫിനകത്തൊക്കെ ഓരോ രൂപങ്ങളാണ് ഉണ്ടാക്കി വെച്ചിട്ടിരിക്കുന്നത്. ഭയങ്കര കളർഫുള്ളായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുക. പലതരത്തിലുള്ള വിഗ്രഹങ്ങൾ, പാത്രങ്ങൾ, കളിമൺ ശില്പങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള കൂജകൾ, അങ്ങനെ ഒരുപാട് മണ്ണിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മൺപാത്രങ്ങൾ. ഫാമിലിയൊക്കെ ആയിട്ട് സന്ദർശിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് സർഗാലയ. കുട്ടികൾക്ക് അതൊക്കെ ഒരു പ്രചോദനമാവും. വെക്കേഷൻ സമയത്തൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് സർഗാലയ. മണ്ണിൻ്റെ ഒരുപാട് സാധനങ്ങളോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങൾ. ഈ ഭാഗത്ത് അധികം ഗ്ലാസ്, ചട്ടികൾ, കലങ്ങൾ, അതിൻ്റെ ഒരു സെക്ഷനാണത്. ഈ സർഗാലയ എന്ന് പറയുന്നത് ഞങ്ങൾ കണ്ണൂർ പോയി ഒരു വഴി സന്ദർശിച്ചാണ്. ഇവിടെ കഥകളി രൂപങ്ങളാണ് കാണാൻ കഴിയുക നമുക്ക്. പല ഡിസൈനിലുള്ള കഥകളി രൂപങ്ങൾ. ഒരു ആന, ചെറുതും വലുതുമായിട്ടുള്ള ആന തിടമ്പ് വെച്ച് നിൽക്കുന്ന കാഴ്ചകൾ കാണാം നമുക്ക്. ഒരു ചേച്ചി തലയിൽ ഒരു കൊട്ട വെച്ച് നിൽക്കുന്ന ഒരു ശില്പം. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് സർഗാലയയുടെ. പച്ചപ്പൊക്കെ നിറഞ്ഞ അതിമനോഹരമാണ് ഇതിൻ്റെ എൻട്രൻസൊക്കെ കാണാൻ. എൻട്രി പാസ് എന്ന് പറഞ്ഞത് ഒരു 50 രൂപയുള്ളൂ. ഒരിക്കലും നഷ്ടം നമുക്ക് സംഭവിക്കില്ല. അത്രയ്ക്കും കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുക. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ബോട്ടിംഗ് സർവീസും ഉണ്ട്. ഞങ്ങൾ വരുന്ന സമയത്ത് ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ എൻട്രൻസ് ഭാഗത്തും ഇതുപോലെ ഒരുപാട് ആനകൾ, കുതിര ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പല മോഡലിലുള്ള കസേരകളുണ്ട്. ഹൈ ക്വാളിറ്റി ഉള്ള കലാകാരന്മാരും കലാകാരികളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം. ഒന്നും നമുക്ക് മോശമായിട്ട് പറയാൻ പറ്റുന്നില്ല. നമുക്കിതൊക്കെ കാണുമ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷമാണ് തോന്നുന്നത്. അപ്പുറത്ത് കുറച്ച് ആൾക്കാർ ഇതൊക്കെ ഇരുന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ കൊട്ടകളാണ്. ഓണക്കാലത്തൊക്കെ നമുക്ക് പൂ പറിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൊട്ടകൾ, അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന കൊട്ടകൾ. ഈ സൈഡിൽ പറകളെന്ന് പറയുക തൃശ്ശൂരൊക്കെ. ചെറുതും വലുതുമായിട്ടുള്ള പറകൾ കാണാം. നാഴി പോലത്തുള്ള സാധനങ്ങളുണ്ട് ഇവിടെ. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുക. പലയിടത്തും പല വാക്കുകളാണ്, പേരുകളാണ്. എന്തായാലും സന്ദർശിക്കാത്ത ആൾക്കാർ എന്തായാലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് സർഗാലയ. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടുത്തെ ഓരോ ഫില്ലറിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചുമർ ചിത്രങ്ങൾ പോലെ.
തീർച്ചയായും